നമസ്കാരം. നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ലൈറ്റ് കാണിക്കുന്ന പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ലൈറ്റ് കാണിക്കുന്ന പ്രതിഭാസങ്ങളായ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഇതൊക്കെ വേവ് ഓപ്റ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രതിഭാസങ്ങളെല്ലാം തന്നെ, അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും റേ ഓപ്റ്റിക്സ് ഉപയോഗിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്നാൽ ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് കാരണം പോളറൈസേഷൻ സംഭവിക്കുന്നത് വേവുകൾക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പം ഈ പോളറൈസേഷൻ മനസ്സിലാക്കണമെങ്കിൽ ലൈറ്റിനെ ഒരു വേവായിട്ട് പരിഗണിച്ചേ പറ്റുകയുള്ളൂ. ഒരു വേവ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പാറ്റേൺ നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ട്, ഒരു ഷേപ്പ് നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ട്. ആ ഷേപ്പ് എങ്ങനെയാണ് വേവിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, ഒരു വേവിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു വേവിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയകളാണ് ഈ ക്ലാസ്സിൽ നിന്നും നമുക്ക് കിട്ടുക. അത്തരം ബേസിക് ആയിട്ടുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ മാത്രമേ പോളറൈസേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു വേവ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന പിക്ചർ ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ്. എന്താണ് ഈ ഷേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേവ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേവിൻ്റെ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റു ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വെലോസിറ്റി, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതാണ്. രണ്ട് തരത്തിൽപ്പെട്ട വേവുകളുണ്ട്: മെക്കാനിക്കൽ വേവുകളും ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളും. മെക്കാനിക്കൽ വേവുകൾ ഒരു മെക്കാനിക്കൽ മീഡിയത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന വേവുകളാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് ആ പേര് കിട്ടിയത്. ഉദാഹരണത്തിന് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സ് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയം അത്യാവശ്യമാണ്. ഇപ്പോൾ സാധാരണ നമ്മളിൽ ഒരാൾ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് കേൾക്കാൻ കാരണം സംസാരിക്കുന്ന ആളുടെയും കേൾവിക്കാരൻ്റെ ഇടയിൽ എയർ എന്ന മെക്കാനിക്കൽ മീഡിയം ഉള്ളത് കൊണ്ടാണ്. സ്പേസിൽ ചെന്നിട്ട്, എന്ന് വെച്ചാൽ വാക്വത്തിൽ ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മളുടെ സംസാരത്തിൻ്റെ ആക്ഷൻ മറ്റേയാൾക്ക് കാണാൻ പറ്റും, പക്ഷേ അയാൾക്കൊന്നും കേൾക്കാൻ സാധിക്കില്ല. കാരണം അവിടെ സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീഡിയം ഇല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമില്ലാത്ത തരം വേവുകളാണ്. മീഡിയം ഉണ്ടെങ്കിലും അവ സഞ്ചരിക്കും, മീഡിയം ഇല്ലെങ്കിലും അവയ്ക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ നമ്മൾ മെക്കാനിക്കൽ വേവുകളുടെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. ആ ഷേപ്പ് എങ്ങനെ വന്നു, ഷേപ്പിൻ്റെ അർത്ഥം എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു മീഡിയം ഇമാജിൻ ചെയ്യാം. വേവ് സഞ്ചരിക്കുന്ന മീഡിയം ഇമാജിൻ ചെയ്യാം. ആ മീഡിയത്തിൽ വേവ് സഞ്ചരിക്കുന്ന ദിശയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടിപ്പിൽ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയാണ്. കുറേ ഡോട്ടുകൾ വരച്ചിട്ടുണ്ട്. ഈ ഡോട്ടുകൾ ഈ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ആണ് എന്ന് വിചാരിക്കും. മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഈ ഡോട്ടുകൾ. അപ്പോൾ ഇതിൽ ഒരു വേവ് ഈ പോയിന്റിൽ ഇപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് വിചാരിക്കും. വേവ് ഇവിടുന്നേ സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്ന ഇൻസ്റ്റന്റിൽ ആ വേവ് ഈ പാർട്ടിക്കിളാണ് എത്തിയെന്ന് വിചാരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞാൽ വേവ് ഇങ്ങനൊരു പാറ്റേൺ ഫോം ചെയ്യും. ഈ രൂപത്തിലൊരു പാറ്റേൺ ഫോം ചെയ്യും. ഇവിടെ എത്തിയ വേവ് ഇപ്പം ഇവിടെ എത്തി നമ്മൾ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വേവ് ഇപ്പം ഇവിടെ എത്തി നമ്മൾ പറയും. ഇവിടെ നിന്ന് ഇവിടെ വരെ വേവ് സഞ്ചരിക്കാൻ എടുത്ത സമയത്തിനെയാണ് പീരിയഡ് ഓഫ് ദി വേവ് എന്ന് വിളിക്കുന്നത്. പീരിയഡ് ഓഫ് ദി വേവ് എന്ന് വെച്ചാൽ ഈ ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഇതിനൊരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ദി വേവ് എന്നാണ് പറയുക. കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാകാൻ എടുത്ത സമയത്തിനാണ് പീരിയഡ് ഓഫ് ദി വേവ് എന്ന് പറയുന്നത്. ഒരു പീരിയഡിൽ ഒരു വേവ് പാറ്റേൺ എത്ര നീളത്തിലാണോ ഫോം ചെയ്തിരിക്കുന്നത്, ഇവിടുന്ന് ഇവിടം വരെ നീളത്തിലാണ് വേവ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത്, അതിനെയാണ് വേവ് ലെങ്ത് ലാംഡ എന്ന് വിളിക്കുന്നത്. വേവ് ലെങ്ത് ലാംഡ എന്ന് വിളിക്കുന്നത് ഈ ഡിസ്റ്റൻസിനെയാണ്, ഒരു കംപ്ലീറ്റ് വേവിൻ്റെ ലെങ്ത്തിനെയാണ്. ഇത്തരം വേവുകൾ ഒരു സെക്കൻഡിൽ എത്ര എണ്ണം ഉണ്ടാവുന്നുണ്ടോ അതിനെയാണ് ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്ന് വിളിക്കുന്നത്. കംപ്ലീറ്റ് വേവിൻ്റെ എണ്ണമല്ല. കംപ്ലീറ്റ് ആയിക്കോളുന്ന ഒരു സെക്കൻഡ് കൊണ്ട് കൃത്യമായിട്ട് 10 വേവുകൾ അല്ലെങ്കിൽ 15 വേവുകൾ, അങ്ങനെ കൃത്യമായിട്ട് ഇൻഡിജേഴ്സ് ആയിട്ട് വേവുകൾ ഒരു സെക്കൻഡിൽ ഉണ്ടായിക്കോളുന്നില്ല. ചിലപ്പം 11.5 വേവുകളാവാം, ചിലപ്പോൾ 11.25 വേവുകളാവാം, ചിലപ്പോൾ 12.25 വേവുകളാവാം ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന.
അതുകൊണ്ട് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കംപ്ലീറ്റ് എണ്ണം വേവ് പാറ്റേണുകൾ എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. ഫ്രീക്വൻസി പറയുമ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വേവിന്റെ എണ്ണത്തിനെയാണ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അത് ഇൻറ്റിജർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നർത്ഥം. അപ്പോൾ ഈ ഡിസ്കഷനെ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു കംപ്ലീറ്റ് ടൈം പീരീഡിൽ ഏത് ഷേപ്പാണ് ഫോം ചെയ്യുക എന്ന് കാണിക്കാനാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കംപ്ലീറ്റ് പീരിയഡിന് തുല്യമായ സമയം കൊണ്ട് ഉണ്ടാകുന്ന വേവ് പാറ്റേണിന് ഈ ഷേപ്പാണ് ഉണ്ടാവുക. ഇത്രയും നീളമാണ് ഉണ്ടാവുക, ലാംഡ മീറ്റർ നീളമാണ് ഉണ്ടാവുക. ഇനി ഈ ഷേപ്പ് വന്നതിൻ്റെ അർത്ഥവും വേവിൻ്റെ വലത്തോട്ടുള്ള പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ വശത്ത് വരച്ചിരിക്കുന്ന ഡയഗ്രാം ശ്രദ്ധിക്കുക. ഒരു മീഡിയത്തിലെ വ്യത്യസ്ത പാർട്ടിക്കിൾസ് ആണ് ഈ ഡോട്ടുകളെല്ലാം. ഈ സ്ട്രെയിറ്റ് ലൈൻ ഒരു വേവ് സഞ്ചരിക്കാൻ പോകുന്ന ദിശയാണ്. ആ വേവ് ഇപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിളിൽ എത്തി നിൽക്കുകയാണ്. ഈ കൂട്ടത്തിലെ ആദ്യത്തെ പാർട്ടിക്കിളിന്റെ മുകളിൽ വേവ് എത്തി നിൽക്കുകയാണ്. ഒരു വേവ് ഒരു പാർട്ടിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിനെ എനർജി കൊടുക്കും. വേവ് എന്ന് വെച്ചാൽ എനർജി പ്രൊപ്പഗേഷൻ ഒരു വഴിയാണ്. ഒരു പോയിന്റിൽ ഒരു വേവ് എത്തിച്ചേരാന്ന് വെച്ചാൽ ആ പോയിന്റിലുള്ള പാർട്ടിക്കിളിന് എനർജി കിട്ടി, അയാൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ പാർട്ടിക്കിൾ മുകളിലേക്കും താഴേക്കുമാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അടുത്ത ഇൻസ്റ്റന്റിൽ ഈ വേവ് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഇയാൾ ഇനി ഏത് ദിശയിലാണോ മൂവ് ചെയ്യാൻ പോകുന്നത്, അയാളുടെ ടെൻഡൻസി ഓഫ് മൂവ്മെന്റ് എങ്ങോട്ടാണോ അതാണ് ഈ ആരോ കാണിച്ചിരിക്കുന്നത്. അയാൾ അത്രയും ഡിസ്പ്ലേസ്മെന്റ് നടത്തി എന്നല്ല കാണിക്കാൻ പോകുന്നത്, അയാൾ ആ മുകളിലേക്കുള്ള ദിശയിൽ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കാൻ പോകുന്നു, ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ വേവ് ഇവിടെ എത്തിച്ചേർന്നത് t=0 ആകുന്ന ഇൻസ്റ്റന്റിലാണെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒബ്സർവേഷൻ നടത്തുന്ന ആദ്യത്തെ ഇൻസ്റ്റന്റിൽ t=0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ വേവ് ഈ പാർട്ടിക്കിളിൽ എത്തി നിൽക്കുന്നു. ആ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യും, അയാൾ മുകളിലേക്കാണ് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ t/4 സെക്കൻഡിന് ശേഷം ക്യാപിറ്റൽ ടി, ഈ ക്യാപിറ്റൽ t/4 സെക്കൻഡിന് ശേഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ടി എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് വേവ് പാറ്റേൺ ഉണ്ടാവാൻ എടുക്കുന്ന സമയം. t/4 സെക്കൻഡിന് ശേഷം ഈ പാർട്ടിക്കിള് ഏറ്റവും മുകളിലേക്ക് ഡിസ്പ്ലേസ്ഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അയാൾക്ക് ഓസിലേഷൻ സംഭവിക്കുന്നു പറഞ്ഞു. ഓസിലേഷന്റെ സമയത്ത് ഏറ്റവും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന ഒരു പൊസിഷൻ ഉണ്ട്, എക്സ്ട്രീം പൊസിഷൻ. നമ്മൾ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ t=0 ആകുമ്പോൾ ഓസിലേറ്റ് ചെയ്യാൻ ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ. t/4 സെക്കൻഡിന് ശേഷം ഇയാൾ ഏറ്റവും മുകളിലുള്ള പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കാം. ഇയാൾ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇയാൾ ഇവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇയാളുടെ ഒറിജിനൽ പൊസിഷൻ നമ്മൾ മായ്ച്ചു കളഞ്ഞു. ഇയാളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ബാക്കി പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ ഇടയിലുള്ള പാർട്ടിക്കിൾസ് ഒന്നും വരയ്ക്കാതെ ഒരു ഇന്റർവെല്ല് വിട്ടിട്ട് ആ ഇന്റർവെല്ലിന് ശേഷമുള്ള പാർട്ടിക്കിൾസിനെ മാത്രമാണ് വരച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടയിലൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നർത്ഥം. അതായത് ഇപ്പുറത്തൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിനൊക്കെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അവരുടെ കൂടെ നിന്നിരുന്ന ഒരു പാർട്ടിക്കിൾ ഏറ്റവും മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീലിന്റെ സ്കെയില് ഒക്കെ എടുക്കുക. അതൊരു മെക്കാനിക്കൽ മീഡിയമാണ്. ഇത് മരത്തിന്റെ സ്കെയിലാണ്. ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് മീഡിയം അല്ല, ഇലാസ്റ്റിക് മെറ്റീരിയൽ അല്ല. എന്നാലും ഇതിന്റെ ഒരു വശം ഉറപ്പിച്ച ശേഷം, ഈ വശം ഉറപ്പിച്ച ശേഷം ഈ അറ്റത്തുള്ള ഒരു പാർട്ടിക്കിൾ, ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഈ സ്കെയിൽ എന്ന് വിചാരിക്കുക. അതിലെ ഒരു പാർട്ടിക്കിൾ ആണ് ഈ അറ്റത്തുള്ള പാർട്ടിക്കിൾ ആണ് മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഡയഗ്രത്തില്. രണ്ടാമത്തെ ഡയഗ്രം എത്തിയപ്പോഴത്തേക്ക് t/4 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്യാൻ ജസ്റ്റ് തുടങ്ങിയ പാർട്ടിക്കിൾ ഇപ്പം മാക്സിമം ഡിസ്പ്ലേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഇയാൾ ഏറ്റവും മുകളിലേക്ക് പോയിട്ടുണ്ട്. അയാൾ ഏറ്റവും മുകളിലേക്ക് പോയപ്പോൾ അയാൾ മാത്രമല്ല, ഇതൊരു മെക്കാനിക്കൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള മീഡിയ ആണെങ്കിൽ അയാൾ മാത്രമല്ല മുകളിലേക്ക് പോയിട്ടുണ്ടാവുക, അയാളുടെ പിന്നാലെയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അയാൾക്ക് ശേഷമുള്ള പാർട്ടിക്കിൾസ് ഒക്കെ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള പാർട്ടിക്കിൾസ് മുകളിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അവരുടെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ് വിചാരിക്കുക. ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് എന്തായാലും അവർക്ക് വന്നിട്ടുണ്ടാവില്ല. ഇയാൾ മുകളിലേക്ക് പോയപ്പോൾ അയാളുടെ കൂടെയുള്ള ആൾക്കാരെയും മുകളിലേക്ക് പിടിച്ചു വലിച്ചാണ്. അതുകൊണ്ട് ഇയാളെക്കാൾ കുറവാണ് ഇയാൾക്ക് ശേഷം വരുന്ന പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റുകൾ ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്കിൾ ഇവിടെ എത്തി, ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്കിൾ കുറച്ചുകൂടെ മുകളിൽ, ഇതിന് ശേഷം വരയ്ക്കുന്ന പാർട്ടിക്കിൾ ഇത്രയേ എത്തിയിട്ടുള്ളൂ. ഈ പാർട്ടിക്കിളിൽ ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്നായിരിക്കും. എന്ന് വെച്ചാൽ അയാൾ ഇനി പോകേണ്ടത് മുകളിലേക്കാണ്, പോയിട്ടില്ല, പോകേണ്ടത് മുകളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിന് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്.
ഇതിന് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്, ഇതിന് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഇപ്പോഴത്തെ സ്ഥാനങ്ങൾ കൂട്ടി യോജിപ്പിച്ചാൽ ഈ പാർട്ടിക്കിൾ മുതൽ ഈ പാർട്ടിക്കിൾ വരെയുള്ള എല്ലാവരുടെയും ഇപ്പോഴത്തെ T/4 സെക്കൻഡിന് ശേഷമുള്ള T/4 സെക്കൻഡ് ആയപ്പോഴുള്ള പൊസിഷനുകൾ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു പാറ്റേൺ കിട്ടും. ഇനി കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ ഇടയിലുള്ള പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ മായ്ച്ചു കളയാം. ഓക്കെ, ഇനി വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്ത് അയാളുടെ ഏറ്റവും എക്സ്ട്രീം പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അതായത് ആംപ്ലിറ്റ്യൂഡിൽ എത്തിക്കഴിഞ്ഞു. ഇനി അയാൾ മുകളിലേക്ക് പോയില്ല, അയാൾ താഴത്തേക്ക് വരികയാണ് ചെയ്യുക. അതായത് ഈ T/4നും ഈ T/2 സെക്കൻഡ്, ഈ T/4 എന്ന് പറയുന്ന ഇൻസ്റ്റന്റും വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞാലുള്ള ഇൻസ്റ്റന്റ്, അതായത് T/2 എന്ന് വെച്ചാൽ എന്താ, 2T/4 ആണ്. ഇവിടുന്ന് ഇവിടം വരെ T/4, ഇവിടുന്ന് ഇവിടം വരെ വീണ്ടും ഒരു T/4, അപ്പം ഇവിടുന്ന് ഇവിടെ വരെ ടോട്ടൽ ടൈം 2T/4 വിച്ച് ഇസ് ഈക്വൽ ടു T/2. അപ്പോൾ T/2 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ ഈ പാർട്ടിക്കിൾസിന്റെ ഒക്കെ സ്ഥാനം എവിടെയാണ് ഉണ്ടാവുക? ഇപ്പൊ ഇയാൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പൊസിഷനിലാണ്, അയാൾ തിരിച്ച് താഴത്തേക്ക് വരും. അയാളുടെ ഇയാൾ ഇനി വരേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കേണ്ട ഇയാൾക്ക് താഴേക്കാണ്. അപ്പൊ അയാളുടെ ഏറ്റവും എക്സ്ട്രീം പൊസിഷനിൽ നിന്നും മീൻ പൊസിഷൻ ഓഫ് ഓസിലേഷനിലേക്ക് വന്നിട്ടുണ്ട്, നടുവിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ലിയർ ആണെന്നില്ല? അതോടൊപ്പം ഈ പാർട്ടിക്കിളിന് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഈ പാർട്ടിക്കിൾ ഏറ്റവും ഈ അവസ്ഥയിൽ T/4 സെക്കൻഡ് സമയത്ത് മീൻ പൊസിഷനിൽ നിൽക്കുകയാണ്, അയാൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഈ ആരോ കാണിക്കുന്നത് T/4 സെക്കൻഡ് എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ ഇയാൾ എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇയാൾ മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. വീണ്ടും ഒരു T/4 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ഇയാൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഇടയിലുള്ള ആൾക്കാർക്കൊക്കെ എന്താ സംഭവിച്ചത്? അവരുടെ ഇടയിലുള്ള ആൾക്കാർ ഇയാള് ഏറ്റവും മുകളിൽ പോയിട്ട് തിരിച്ച് താഴേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ആൾക്കാരെല്ലാം മാക്സിമം പൊസിഷനിൽ നിന്നും താഴേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈം ഇന്റർവെല്ല് T/4 സെക്കൻഡ് മുതൽ T/2 സെക്കൻഡ് ആവുന്നത് വരെയുള്ള ആ ഇന്റർവെല്ലിൽ ഇടയിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഏറ്റവും മുകളിലുള്ള പൊസിഷനിൽ പോയിട്ട് താഴത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം വ്യത്യസ്ത പൊസിഷനിലാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയിരുന്ന ആള് ഇപ്പം 0 ഡിസ്പ്ലേസ്മെന്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അതിന്റെ ഇടയിലുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് നടത്തിയിട്ടുണ്ടാവുക. മുകളിലേക്ക് ആരോട്ടത് ഡിസ്പ്ലേസ്മെന്റ് കാണിക്കാനാണ്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഈ മാക്സിമം പൊസിഷനിൽ താഴേക്കാണ് വന്നിട്ടുണ്ടാവുക. അപ്പം ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ പൊസിഷൻ ഈ 0 ഡിസ്പ്ലേസ്മെന്റിന്റെയും മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ ഇടയിലുള്ള ഒരു പൊസിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇവർക്ക് ശേഷമുള്ള ആൾക്കാർ, ഇയാൾ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് T=T/4 സെക്കൻഡ് പറഞ്ഞ ഇൻസ്റ്റന്റിൽ. T=T/2 ആയപ്പോഴത്തേക്ക് ഇയാൾ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ശേഷമുള്ള ആൾക്കാരെയും ഇയാൾ മുകളിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഇത്രയും ഉണ്ടാവില്ല, അതിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേസ്, ഇയാള് ഇത്രയും ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ അടുത്ത ആള് അതിനേക്കാളും കുറവ്, അതിന്റെ അടുത്ത ആള് വീണ്ടും കുറവ്, ഇയാൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ ഇടയിലുള്ള ആൾക്കാർ ഏറ്റവും മുകളിലത്തെ ഡിസ്പ്ലേസ്മെന്റുള്ള പൊസിഷനിൽ പോയിട്ട് ഇയാൾ 0ലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന്റെ അടുത്ത ആളും ഏറ്റവും മുകളിലത്തെ പൊസിഷനിൽ കുറച്ച് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത ആളും ഏറ്റവും മുകളിലത്തെ പൊസിഷൻ, ഇയാൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ ഈ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പോയിട്ട് ഈ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ അയാളും മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടുത്തെ അയാളും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവര് മുകളിലേക്ക് പോവാണ്, ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മുകളിൽ പോയിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോഴത്തെ പൊസിഷനാണ്. ഈ കാണിച്ചിരിക്കുന്ന വരകളുടെ അറ്റം ഈ ഹാഫിലുള്ള ആൾക്കാരുടെയൊക്കെ ഇപ്പോഴത്തെ പൊസിഷനാണ്. ഇവിടെയാണ്, ഈ ആരോയുടെ ഡിപ്പിലാണ് ഇവിടുന്ന് ഇവിടം വരെയുള്ള പാർട്ടിക്കിൾസിൻ്റെ എല്ലാം ഇപ്പോഴത്തെ പൊസിഷൻ കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഇനി ഞാൻ ഇടയിലുള്ള പാർട്ടിക്കിൾസിനൊക്കെ മായ്ച്ചു കളയാണ്, ഇടയിലുള്ള ഈ വരകളൊക്കെ മായ്ച്ചു കളയാണ് കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട്. ഓക്കെ, ഇനി വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അതിനു മുമ്പേ ഈ പാർട്ടിക്കിൾ എന്താണ് ഇനി സംഭവിക്കുക? ഈ പാർട്ടിക്കിൾ മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് നടത്താനുള്ള ടെൻഡൻസി കാണിക്കുകയാണ് ചെയ്യുക. നോക്കൂ, വേവ് ഇവിടെ എത്തിയപ്പോൾ അയാൾ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. അതേ വേവ് ഇവിടെ എത്തിയപ്പോൾ ഇയാളാണ് എത്തിച്ചേർന്ന പോയിന്റിൽ പാർട്ടിക്കിൾ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ആ വേവ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇയാൾ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും മുകളിലുള്ള ആള് താഴത്തേക്ക് വരാൻ T/4 സെക്കൻഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും മുകളിൽ, ഇപ്പൊ വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും മുകളിൽ കിടക്കുന്ന ആള് മീൻ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇയാൾ എന്താ ചെയ്യുക?
ഇയാൾ ആദ്യത്തെ ഡയഗ്രത്തിൽ ഇയാൾ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. രണ്ടാമത്തെ ഡയഗ്രത്തിൽ അയാൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഡയഗ്രത്തിൽ അയാൾ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഓസിലേഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത T/4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ഏറ്റവും താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇയാളുടെ മാത്രം മോഷൻ എടുത്താൽ മതി. ഇയാൾ ഈ പൊസിഷനിൽ നിന്ന് ഈ അവസ്ഥയിൽ 0 ഡിസ്പ്ലേസ്മെന്റിലുള്ള പൊസിഷനിലാണ് കിടക്കുന്നത്. T/4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ അപ്വേർഡ് ഡയറക്ഷൻ എത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ ഇവിടുന്ന് വീണ്ടും മീൻ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്, താഴത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞാൽ ഇയാൾ വീണ്ടും താഴത്തേക്ക് പോയിട്ട് താഴത്തേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഏറ്റവും താഴത്തുള്ള എക്സ്ട്രീം പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആണ് ഇപ്പോഴത്തെ ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഈ പാർട്ടിക്കിൾ വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിയുമ്പോൾ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ടാവും. ഇയാൾ ഇപ്പോൾ ഏറ്റവും മുകളിലാണ് കിടക്കുന്നത്. T/4 സെക്കൻഡ് കഴിയുമ്പോൾ ഇയാൾ മീൻ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്, ഇവിടെ തന്നെ എത്തിയിട്ടുണ്ടാവും. ക്ലിയർ? ഇയാൾ ഇനി എന്താ ചെയ്യേണ്ടത്? താഴത്തേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് നടത്തേണ്ടത്. അടുത്ത ഇന്റർവെല്ലിലാണത്. ഓക്കെ, ഈ പാർട്ടിക്കിൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇയാൾ T/4 സെക്കൻഡ് മുമ്പേ ഈ സമയത്ത് ഇയാൾ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞാൽ അയാൾ ഏറ്റവും മുകളിലത്തെ ഡിസ്പ്ലേസ്മെന്റ്, ഏറ്റവും എക്സ്ട്രീം ആയിട്ട് അപ്വേർഡ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പൊസിഷനാണ് എത്തിയിട്ടുണ്ടാവുക. ഇതിന്റെ ഇടയിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഈ പാർട്ടിക്കിൾ മുതൽ ഈ പാർട്ടിക്കിൾ വരെയുള്ള ആൾക്കാർ ഇയാളിപ്പോൾ 0ലാണ് കിടക്കുന്നത്. അതിന്റെ ഇടയിലുള്ള ആൾക്കാരൊക്കെ താഴേക്ക് ഇങ്ങനെ ഡിസ്പ്ലേസ് ആയിട്ട്. അതേപോലെ ഇതിനും ഇടയിലുള്ള ആൾക്കാരെല്ലാം മുകളിലേക്ക് വ്യത്യസ്ത ഡിസ്പ്ലേസ്മെന്റുകൾ നടത്തി കിടക്കുകയായിരിക്കും ഉണ്ടാവും. ഇനി നേരത്തെ ഇവിടെ എത്തിയ വേവ് ഇനി അടുത്ത ഇൻസ്റ്റന്റ് T/4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഈ പാർട്ടിക്കിളിന് മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനും ഇടയിലുള്ള ആൾക്കാരോ T ഈക്വൽ ടു T/2 വന്ന സമയത്ത് ഇയാൾ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ശേഷമുള്ള പാർട്ടിക്കിൾസിനെ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ഇയാൾ എത്തിയ അത്രയും ഉയരത്തിൽ ബാക്കിയുള്ള പാർട്ടിക്കിൾസ്, ഇവിടെയുള്ള പാർട്ടിക്കിൾസ് എത്തിയിട്ടുണ്ടാവില്ല. അവർ കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് കുറവായിരിക്കും ഉണ്ടാവുക. അക്കൂട്ടത്തിൽ ഏറ്റവും ഡിസ്പ്ലേസ്മെന്റ് കുറവ് 0 ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് ഈ പാർട്ടിക്കിളിനായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ഇപ്പോഴുള്ള ഈ ഇൻസ്റ്റന്റിലുള്ള എന്ന് വെച്ചാൽ 3T/4 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലുള്ള പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഇപ്പോഴത്തെ സ്ഥാനങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഇനി ഇത് മായ്ച്ചു കളഞ്ഞാലോ, ഇടയിലുള്ള പൊസിഷനൊക്കെ മായ്ച്ചു കളഞ്ഞാലോ, അപ്പൊ നമുക്ക് ഈ രൂപത്തിലൊരു ഷേപ്പ് കിട്ടും. ഇപ്പം ഈ വേവ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വേവ് പിന്നീട് ഇവിടെ എത്തി. ഇപ്പം നാലാമത്തെ പാർട്ടിക്കിളിന്റെ മുകളിലെത്തി. നാലാമത്തെ പാർട്ടിക്കിൾ മുകളിലേക്ക് ഓസിലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുകയാണ്. ഓസിലേറ്റ് ചെയ്യാൻ ജസ്റ്റ് തുടങ്ങാൻ പോവാണ്. വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മൊത്തം ഇവിടെ എത്തുമ്പോഴത്തേക്ക് 4 T/4കളായി, വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ T. പീരിയഡ് ഓഫ് ദ വേവ് എന്ന് നമ്മൾ മുമ്പേ പഠിച്ച സംഗതി. ആ സമയമാകുമ്പോൾ ആ ഇൻസ്റ്റന്റിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. ഇയാൾ കണ്ടോ, ഇയാള് T ഈക്വൽ ടു 0 ആകുമ്പോൾ മീൻ പൊസിഷനിലായിരുന്നു, മുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. T ഈക്വൽ ടു T/4 ആയപ്പോൾ ഇയാൾ അപ്പർ ഡയറക്ഷനുള്ള എക്സ്ട്രീം പൊസിഷനിലെത്തി. വീണ്ടും ഒരു T/4 സെക്കൻഡിന് ശേഷം അയാൾ താഴത്തേക്ക് തന്നെ വന്ന് മീൻ പൊസിഷനിലെത്തി. വീണ്ടും T/4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ നെഗറ്റീവ് ഡയറക്ഷനുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലെത്തി, ഇവിടെ എത്തി. ഇനി വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിയുമ്പോൾ ഇയാൾ വീണ്ടും മുകളിലേക്ക് പോയിട്ട് 0 എന്ന് പറയുന്ന മീൻ പൊസിഷനിൽ, ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കുന്ന മീൻ പൊസിഷനിലെത്തും. അപ്പൊ ഇയാൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പാർട്ടിക്കിളിന് സംഭവിച്ച എന്താ നോക്കാം. ഈ പാർട്ടിക്കിള് T/4 സെക്കൻഡ് ആയപ്പോൾ T ഈക്വൽ ടു 0 ആയപ്പോൾ വേവ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അയാൾക്ക് മൂവ്മെന്റിനുള്ള ടെൻഡൻസി ഒന്നുമില്ല. എന്നാൽ T/4 സെക്കൻഡ് ആയപ്പോൾ അയാൾ മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കാണ്. വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ മാക്സിമം അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ 0ലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഈ ഡയഗ്രത്തിലും ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഇയാൾ താഴത്തേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത്. ഇവിടെ എത്തി 0 പൊസിഷനിലേക്ക് എത്തി. ഇനിയും അയാൾ താഴത്തേക്ക് പോകണം. എന്നുവെച്ചാൽ മുകളിലേക്ക് പോകാൻ തുടങ്ങി, ഏറ്റവും മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഈ ഡയഗ്രത്തിപ്പോഴത്തേക്ക് ഇയാൾ ഏറ്റവും മുകളിലെത്തി. ഈ ഡയഗ്രത്തിപ്പോഴത്തേക്ക് ഇയാൾ താഴത്തേക്ക് വന്ന് മീൻ പൊസിഷനിലെത്തി. ഇനി അടുത്ത ഡയഗ്രത്തിൽ ഇയാൾ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നോക്കൂ, മുകളിലേക്ക് പോയി 0ലെത്തി, നെഗറ്റീവ് പൊസിഷനിലെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലെത്തി. രണ്ടാമത്തെ, അതായത് ഇവിടുത്തെ പാർട്ടികൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നടത്തി ഇവിടെ നെഗറ്റീവ് ഡയറക്ഷനിലെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നടത്തി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പാർട്ടികൾ മുകളിലേക്ക് പോയിട്ട് 0 മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. എക്സ്ട്രീം പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് താഴത്തേക്ക് വന്ന് 0 ആയി. പിന്നെ താഴത്തേക്ക് പോയി നെഗറ്റീവ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയി. ഇനി വീണ്ടും മുകളിലേക്ക് പോകും. അതാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിലുള്ള പാർട്ടിക്കിൾസിനൊക്കെയോ
അവർക്കൊക്കെ നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക, പക്ഷേ ഇതിന്റെ അത്രയും ഉണ്ടാവില്ല. അതേപോലെ ഇതിന് ശേഷം ഇനി ഈ മൂന്നാമത്തെ പാർട്ടിക്കിൾ എന്താന്ന് നോക്കാം. ഇവിടെ t=0 ആകുമ്പോൾ അവിടെ വേവ് എത്തിയിട്ടില്ല, t=t/4 ആയപ്പോഴും അവിടെ വേവ് എത്തിയിട്ടില്ല. എന്നാൽ t=t/2 ആയപ്പം വേവിന്റെ ഏറ്റവും മുൻവശം ഇയാളെ ടച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാൾ മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റിനുള്ള സ്റ്റാർട്ടിങ് ടെൻഡൻസി കാണിക്കുകയാണ്. വീണ്ടും ഒരു t/4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ മുകളിലേക്ക് ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത t/4 സെക്കൻഡ് ചെയ്യുമ്പോൾ അയാൾ ഏറ്റവും മുകളിലത്തെ ഡിസ്പ്ലേസ്മെന്റുള്ള പൊസിഷനിൽ നിന്നും മാക്സിമം പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പൊസിഷനിൽ നിന്നും മീൻ പൊസിഷനിലേക്കാണ് എത്തേണ്ടത്. അതായത് ഈ ഡയഗ്രത്തിൽ ഇയാൾ ഇവിടെ തന്നെയാണ് ഉണ്ടാവുക എന്നർത്ഥം. അപ്പൊ ഇവർക്കിടയിലുള്ള ആൾക്കാരോ, അവർക്കിടയിലുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ ഇടയിലുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം നെഗറ്റീവിന്റെയും സീറോ ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയിലുള്ള ഒരു പൊസിഷനിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി ഈ ഡയഗ്രത്തിൽ ഈ പാർട്ടിക്കിള് 1, 2, 3, 4 നാലാമത്തെ പാർട്ടിക്കിളിൽ ആണ് വേവ് എത്തി നിൽക്കുന്നത്. അയാൾ മുകളിലേക്കുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റിനുള്ള ടെൻഡൻസി കാണിക്കുകയാണ്. t/4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അയാൾ മാക്സിമം പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ മാക്സിമം പോസിറ്റീവ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അയാൾ മാത്രമല്ല പോവുക, അയാൾക്ക് ശേഷമുള്ള ആൾക്കാരും മുകളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇതിന്റെ ഇടയിലുള്ള ആൾക്കാരെല്ലാം മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും, പക്ഷെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുണ്ടാവില്ല. അതേപോലെ ഇതിന്റെ ഇടയിലുള്ള ആൾക്കാർ അവര് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞ് താഴത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ ഇടയിലുള്ള ആൾക്ക് ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയാണ്, അതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ആൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇത്രയാണ്. ഇവരൊക്കെ ഏറ്റവും മുകളിലത്തെ പൊസിഷനിൽ താഴത്തേക്കാണ് വന്നു കഴിഞ്ഞത്. ഡിസ്പ്ലേസ്മെന്റ് ആണ് വരച്ചിരിക്കുന്നത്. ഈ വരച്ചിരിക്കുന്നത് സഞ്ചരിക്കുന്ന ദിശയല്ല, ശ്രദ്ധിക്കുക. ഇവര് താഴത്തേക്കാണ്. ഇവിടെ ഉണ്ടായിരുന്നത് അയാൾ ഇങ്ങോട്ട് താഴത്തേക്ക് പോകുന്നു. അതേമാതിരി ഇവിടുത്തെ പാർട്ടിക്കിള് അയാളും ഇവിടെയാണ് ഉണ്ടായിരുന്നത്, അയാളും താഴത്തേക്ക് പോകുന്നു, ഇവിടെ എത്തിയെന്നർത്ഥം. ഇനി നിങ്ങൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചൊന്ന് വരച്ചു നോക്കൂ. ഈ ടിപ്പുകളെല്ലാം കൂടെ, ഇപ്പോഴത്തെ ഡിസ്പ്ലേസ്മെന്റുകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വരച്ചാൽ, പാർട്ടിക്കിൾസിന്റെ ഇപ്പോഴത്തെ സ്ഥാനങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. അപ്പൊ ഞാൻ ഇനി ഇടയിലുള്ള ഈ ഡിസ്പ്ലേസ്മെന്റുകളൊക്കെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് മായ്ച്ചു കളയാം. ഇപ്പൊ ഇനി ഈ പാറ്റേൺ അവസാനം വരച്ച ക്യാപിറ്റൽ T സെക്കൻഡിന് ശേഷം വേവ് ഈ പാർട്ടിക്കിളിൽ എത്തി T സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിക്കിൾസിന്റെ ഇപ്പോഴത്തെ സ്ഥാനമാണ് വരച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതെല്ലാം വേറെ വേറെ ഡയഗ്രങ്ങളല്ല, ഒരേ ഡയഗ്രം തന്നെയാണ്, ഒരേ പാർട്ടിക്കിൾസ് ആണ്. അവർക്കെല്ലാം വ്യത്യസ്ത സമയങ്ങളിൽ അവരുടെ എല്ലാം ഡിസ്പ്ലേസ്മെന്റുകളുടെ മാറ്റമാണ് ഈ 5 ഡയഗ്രങ്ങളായിട്ട് ഇപ്പം വരച്ചിരിക്കുന്നത്. അതായത് t=0 നിന്നും t=T ആകുമ്പോഴത്തേക്ക് ഈ പോയിന്റിൽ എത്തിയിരുന്ന വേവ് ഇപ്പോൾ ഈ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റിൽ എത്തിയിരുന്ന വേവ് അഞ്ചാമത്തെ പോയിന്റിൽ എത്തി. 1, 2, 3, 4, 5 അഞ്ചാമത്തെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റിലുള്ള പാർട്ടിക്കിൾ ഇനി എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? അയാൾ മുകളിലേക്കാണ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ വീണ്ടും ഒരു t/4 സെക്കൻഡിന് ശേഷം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പാറ്റേൺ. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു വേവിന്റെ ഇതിന്റെ പിന്നോട്ടുള്ള ഈ പോയിന്റ് 1 എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ പിൻവശത്തുള്ള വേവിന് എന്താ സംഭവിക്കാൻ നോക്കാം. 1 എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ പിൻവശത്തുള്ള വേവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഈ ഡയഗ്രത്തിൽ പിൻവശത്തുള്ള വേവ് എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ഡയഗ്രത്തിൽ പിൻവശത്തുള്ള വേവ് ഇങ്ങനെയാണ്. അതേപോലെ ഈ ഡയഗ്രത്തിൽ പിൻവശത്തുള്ള വേവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതേപോലെ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാവുക? ഇവിടെ ഇല്ല. എന്നുവെച്ചാൽ ഇതിന്റെ ഇത്രയേ വേവ് ഉള്ളൂ, ഇതിന് പിന്നാലെ വേവ് വരുന്നില്ല എന്ന് വിചാരിച്ചാൽ ഒരു വേവ് പൾസ് പോകുന്ന ഡയഗ്രമാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും t=0 ആകുമ്പോൾ ഈ പാറ്റേൺ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മുകളിൽ പോയി തട്ടി നിൽക്കുകയാണ്. ഈ പാറ്റേൺ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മുകളിൽ പോയി തട്ടി നിൽക്കുകയാണ്. t/4 സെക്കൻഡ് കഴിഞ്ഞപ്പം ആ പാറ്റേൺ മൊത്തത്തിൽ വലത്തുവശത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. അതിന്റെ മുൻവശം പാർട്ടിക്കിൾ നമ്പർ 1 നിന്നും പാർട്ടിക്കിൾ നമ്പർ 2 എത്തി നിൽക്കുകയാണ്. മൊത്തത്തിൽ വലത്തുവശത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. എത്ര ഭാഗം ഷിഫ്റ്റ് ചെയ്തു? ഇത്രയും ഭാഗം വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി വീണ്ടും ഒരു t/4 സെക്കൻഡ് കഴിഞ്ഞപ്പം ഈ മൊത്തം വേവ് വീണ്ടും അടുത്ത പാർട്ടിക്കിളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ നിന്നും ഈ പാർട്ടിക്കിൾ നമ്പർ 3 ഷിഫ്റ്റ് ചെയ്തു. അടുത്ത t/4 സെക്കൻഡിന് ശേഷം ഈ മൊത്തം പാറ്റേൺ കുറച്ചും കൂടി വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു, പാർട്ടിക്കിൾ നമ്പർ 4 വരെ എത്തി.
വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ മൊത്തം പാറ്റേൺ വീണ്ടും ഒരു ഡിസ്പ്ലേസ്മെന്റ് വലത്തോട്ട് നടത്തി പാർട്ടിക്കിൾ നമ്പർ 5 എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ പാറ്റേൺ മൊത്തത്തിൽ വലത്തോട്ട് ഓരോ ചിത്രം കഴിയുമ്പോഴും ഓരോ ചിത്രം നമ്മൾ വരയ്ക്കുമ്പോഴും ഈ പാറ്റേൺ മൊത്തത്തിൽ വലത്തോട്ട് അങ്ങനെ നീങ്ങുകയാണ്. ഈ നീങ്ങലിനെയാണ് നമ്മൾ വേവിന്റെ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും വേവ് വലത്തോട്ട് സഞ്ചരിക്കുന്നു. അതായത് അപ്പൊ നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഒരു വേവ് ഒരു ദിശയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ റിപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈ റിപ്രസെന്റേഷന്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ ഇപ്പോഴത്തെ സ്ഥാനങ്ങൾ, അവയുടെ സ്ഥാനങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന കർവ് മാത്രമാണ്. ഒരിക്കൽ നമ്മൾ ഒരു ചിത്രത്തിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഒരു വേവ് ഒരു സ്ഥലത്ത് കൂടി സഞ്ചരിക്കുന്നത് ഇങ്ങനെ റിപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെയാണ് എന്നല്ല അർത്ഥം. അത് ആ വരയ്ക്കുന്ന ഇൻസ്റ്റന്റിലുള്ള വേവ് പാറ്റേൺ മാത്രമാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, T=0 ആകുമ്പോൾ ഈ 1 മുതൽ അങ്ങോട്ടുള്ള പാർട്ടിക്കിൾസിൽ ഒന്നും തന്നെ വേവ് പാറ്റേൺ എത്തിയിട്ടില്ല. എന്നാൽ T=T/4 ആയപ്പോൾ ഇത്രയും ഭാഗത്ത് T=T/4 ആയപ്പോൾ ഇതാണ് പാർട്ടിക്കിൾ നമ്പർ, പാർട്ടിക്കിൾ 1നും 2നും ഇടയിൽ ഇത്രയും ഭാഗത്ത് വേവ് പാറ്റേൺ ഉണ്ട്. വീണ്ടും T/4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, അതായത് T=T/2 ആയപ്പോൾ പാർട്ടിക്കിൾ നമ്പർ 3 വരെ വേവ് പാറ്റേൺ ഉണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പേ നിങ്ങൾ പാർട്ടിക്കിൾ നമ്പർ T/4 സെക്കൻഡ് ആകുമ്പോൾ പാർട്ടിക്കിൾ നമ്പർ 2 വേവ് ജസ്റ്റ് എത്തിയിട്ടുള്ള, അയാൾ ഡിസ്പ്ലേസ്ഡ് അല്ല. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ വീണ്ടും ഒരു T/4 സെക്കൻഡ് ശേഷം വേവ് വരയ്ക്കുമ്പോൾ പാർട്ടിക്കിൾ നമ്പർ 2 നമ്മൾ മുകളിലേക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതായിട്ടാണ് വരയ്ക്കുന്നത്. വീണ്ടും T/4 സെക്കൻഡ് ശേഷം വരയ്ക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ 0 ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്തി. വീണ്ടും T/4 സെക്കൻഡ് കഴിഞ്ഞ ശേഷം വേവ് പാറ്റേൺ വരയ്ക്കുമ്പോൾ അതേ പാർട്ടിക്കിൾ മാക്സിമം നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റിലാണ് കിടക്കുന്നത്. ഇതേപോലത്തെ മാറ്റം മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിളിനും ഉണ്ട്. അതായത് നമ്മൾ വരയ്ക്കുന്ന ഇൻസ്റ്റന്റിൽ വേവ് പാറ്റേൺ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ ഇൻസ്റ്റന്റുകളിലും ആ സ്ഥലത്തെ വേവ് പാറ്റേൺ അങ്ങനെ തന്നെ നിലനിൽക്കുന്നില്ല. അതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം പാർട്ടിക്കിൾസ് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പാറ്റേൺ ഒരു സ്ഥലത്ത് നിന്നും വലത്തോട്ട് മൊത്തത്തിൽ എങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ഡയഗ്രാം കണ്ടിന്യൂസ് ആയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഈ പോയിന്റ് T/4 സെക്കൻഡ് ശേഷം ഇത്രയും ദൂരം വലത്തോട്ട് നീങ്ങി ഈ പോയിന്റ്. അതേപോലെ ആ പോയിന്റ് വീണ്ടും T/4 സെക്കൻഡ് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇത്രയും ദൂരം വലത്തോട്ട് നീങ്ങി. വീണ്ടും T/4 സെക്കൻഡ് ശേഷം ഈ പോയിന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, അതായത് ഇവിടെ നിന്നും അത് വീണ്ടും ഇത്രയും ദൂരം നീങ്ങിയിട്ടുണ്ട്. അതായത് ഈ പോയിന്റ് മാത്രം നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പോയിന്റ് വലത്തോട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് വേവ് വരയ്ക്കുന്നതെങ്കിൽ T/4 സെക്കൻഡ് ശേഷം ഈ വേവ് പാറ്റേൺ മൊത്തത്തിൽ വലത്തോട്ട് നീങ്ങിയിട്ടുണ്ടാവും. ഈ വേവ് പാറ്റേൺ ഈ രൂപത്തിൽ വലത്തോട്ട് നീങ്ങിയിട്ടുണ്ടാവും അടുത്ത T/4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക്. ഈ പോയിന്റ് ഇവിടെ എത്തി, ഈ പോയിന്റ് ഇവിടെ എത്തി, ഈ പോയിന്റ് ഇവിടെ എത്തി, ഈ പോയിന്റ് ഇവിടെ എത്തി, അതേപോലെ ഈ പോയിന്റ് ഇവിടെ എത്തി, ഈ പോയിന്റ് ഇവിടെ എത്തി, ഈ പോയിന്റ് ഇവിടെ എത്തി, ഇത് ഇപ്പുറത്തേക്ക് മാറി. വീണ്ടും T/4 സെക്കൻഡ് സമയത്തിന് ശേഷം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ പാറ്റേൺ മൊത്തത്തിൽ ഒന്നുകൂടി വലത്തോട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യത്തെ പാറ്റേൺ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കാം. ഇതായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്ന പാറ്റേൺ. T/4 സെക്കൻഡ് ശേഷം ആ പാറ്റേൺ മൊത്തത്തിൽ, അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇത്രയും ഭാഗത്ത് എന്താ ഉണ്ടാവും, അത്രയും ഭാഗത്ത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി വീണ്ടും ഒരു T/4 സെക്കൻഡ് കഴിയുമ്പോൾ എന്താണ് മാറ്റം സംഭവിക്കുന്നത്? ഇവിടെ എത്തി നിൽക്കുന്ന ആള് കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടാവും. ഈ ആള് ഇത്രയും ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ എൻഡ് തുടക്കത്തിൽ ഇവിടെയായിരുന്നു, അത് T/4 സെക്കൻഡ് ശേഷം ഇങ്ങോട്ട് പോകുന്നു, അടുത്ത T/4 സെക്കൻഡ് ശേഷം അത് ഇങ്ങോട്ട് പോകുന്നു. എന്ന് വെച്ചാൽ ഈ മൊത്തം പാറ്റേൺ മൊത്തത്തിൽ വലത്തോട്ട് നീങ്ങുകയാണ്. ഈ നീങ്ങലിന്റെ വെലോസിറ്റിയാണ് നമ്മൾ വേവിന്റെ വെലോസിറ്റി ആയിട്ട് പറയുന്നത്. അതായത് ഈ പോയിന്റ് ഇതിൽ നിന്ന് ഇതായി മാറാൻ എടുത്ത ടൈം T സെക്കൻഡ് ആണ് വിചാരിക്കുക. ഇവിടുന്ന് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം, ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് D സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെന്റ് ബൈ അതിനെടുത്ത ടൈമാണ്. വേവുകളെ പറ്റി ആൾക്കാരുടെ മനസ്സിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടുമുള്ള ഒന്ന്, ഒരു വേവ് സഞ്ചരിക്കേണ്ടതായിട്ട് നമ്മളൊരു സ്ഥലത്ത് പാറ്റേൺ വരച്ചു കഴിഞ്ഞാൽ ഈ പാറ്റേൺ സ്ഥിരമായിട്ട് അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല.
ആ പാറ്റേൺ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പാറ്റേൺ മൊത്തത്തിൽ വലത്തോട്ട് ഡിസ്പ്ലേസ്ഡ് ആവുകയാണ് ഉണ്ടാവുന്ന വിചാരിക്കുന്നത്. അതോടൊപ്പം വേവിന്റെ പാറ്റേൺ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഈ ഷേപ്പ് എനർജി, ചില ആൾക്കാർ പറയാറുണ്ട് ഇതൊരു ഗ്രാഫ് പോലെയാണ്, ഇവിടെ എനർജി മാക്സിമം, ഇവിടെ എനർജി സീറോ, ഇവിടെ നെഗറ്റീവ് എനർജി. അങ്ങനെയൊന്നുമല്ല, എല്ലാ പോയിന്റിലെയും എനർജി സെയിം തന്നെയാണ്. ഈ വരച്ചിരിക്കുന്ന എനർജികളുടെ ഉയർച്ച താഴ്ചകളുടെ ഒരു ഗ്രാഫ് അല്ല. പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഇപ്പോഴത്തെ പൊസിഷനുകൾ തമ്മിൽ പാർട്ടിക്കിൾസിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റുകളുടെ ഏതെങ്കിലും ഇൻസ്റ്റന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റുകളുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറുകളുടെ ടിപ്പ് കൂട്ടിച്ചേർത്ത് വരച്ചാൽ കിട്ടുന്ന പാറ്റേണിനെയാണ് നമ്മൾ വേവ് പാറ്റേൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് ഏത് ദിശയിലാണ് ഉണ്ടായത് നോക്കൂ. ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ, മീഡിയത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് വൈ ഡയറക്ഷനിലാണ്, പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ അല്ലെങ്കിൽ നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ. അപ്പം അതുകൊണ്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ്, ഈ പോയിന്റിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രയുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയുണ്ട് വെച്ചാൽ വൈ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഇത് ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷനെ റിപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ്? ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ്? അത് സൈൻ ഫംഗ്ഷൻ ആണ്. ഇനി ഈ വേവ് സഞ്ചരിക്കുന്നത് എന്തിനനുസരിച്ചാ? ടൈമിനനുസരിച്ചാണ്. അപ്പൊ നമ്മൾ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് ഒമേഗ ടി നിട്ട്, അതിനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാം. തീറ്റയുടെ സ്ഥാനത്ത് ഒമേഗ ടി നിട്ട്. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് എ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എ എന്ന് കൊടുക്കും. ഇനി നിങ്ങൾ ഒമേഗ ടിയുടെ വാല്യൂ, ഇവിടെ ഒമേഗ ടിയുടെ വാല്യൂ 0 ആണ്, ഇവിടെ ഒമേഗ ടിയുടെ വാല്യൂ π/2 റേഡിയൻ ആണ്, ഈ പോയിന്റിൽ ഒമേഗ ടിയുടെ വാല്യൂ π റേഡിയൻ ആണ്, ഈ പോയിന്റിൽ ഒമേഗ ടിയുടെ വാല്യൂ 3π/2 റേഡിയൻ ആണ്, ഇവിടുത്തെ ഒമേഗ ടിയുടെ വാല്യൂ 2π റേഡിയൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ പോയിന്റിൽ ഒമേഗ ടിയുടെ വാല്യൂ 0 ആണ്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വൈ ഡയറക്ഷൻ 0 ആണ് കിട്ടേണ്ടത്. ഇതിൽ കൊടുക്കുമ്പോൾ 0 കിട്ടുന്നില്ല. നോക്കൂ, എ സൈൻ 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 വരും. അതായത് ടൈം ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഒമേഗ ടി 0 ആണ്. ഈ ആക്സിസിൽ ഒമേഗ ടി ആണ് അടയാളപ്പെടുത്തുന്നത്. ടൈം ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഒമേഗ ടി 0 ആണ്. ഒമേഗ ടി 0 ആവുന്ന സമയത്ത് വൈ 0 ആണ്. ഡയഗ്രം പ്രകാരം, ഈ ഇക്വേഷൻ പ്രകാരം അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഇനി ഒമേഗ ടിയുടെ വാല്യൂ π/2 ആണെന്ന് വിചാരിച്ചോളൂ. ഒമേഗ ടിയുടെ വാല്യൂ π/2 എന്ന സ്ഥലത്ത് ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ് കിട്ടേണ്ടത്, അതായത് പ്ലസ് എ ആണ് കിട്ടേണ്ടത്. നിങ്ങൾ നോക്കൂ, സൈൻ 90 അല്ലെങ്കിൽ സൈൻ π/2 റേഡിയൻ എന്ന് പറയുന്നത് +1 ആണ്. സോ +1 × എ + എ. ഇനി ഒമേഗ ടിയുടെ വാല്യൂ 180 ഡിഗ്രി അല്ലെങ്കിൽ π റേഡിയൻ കൊടുത്തു നോക്കൂ, സൈൻ π അല്ലെങ്കിൽ സൈൻ 180 0 ആണ്. അപ്പോൾ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 ആണ് കിട്ടേണ്ടത്, കാരണം വൈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. സൈൻ 180 0 ആണ്. ഈ ഇക്വേഷനിൽ കൊടുത്താലും 0 ആണ് കിട്ടുക. അതേപോലെ സൈൻ 3π/2 റേഡിയൻ എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രിയാണ്. സൈൻ 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഗ്രാഫിലുള്ളത്. അത് തന്നെയാണ് ഈ ഇക്വേഷനിൽ കൊടുത്താലും കിട്ടും. അഗൈൻ സൈൻ 360 എന്ന് വെച്ചാൽ 0 ആണ്. 360 മീൻസ് 2π റേഡിയൻ. സൈൻ 360 ഈക്വൽ ടു 0. 2π റേഡിയനിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ് കിട്ടേണ്ടത്. ഈ ഇക്വേഷനിൽ കൊടുത്താലും 0 തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഷേപ്പിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇത് എടുക്കാം, y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് എടുക്കാം. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? കഴിഞ്ഞ കൊല്ലം നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷന്റെ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്താ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ? വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ വഴി ഉണ്ടാവുന്നതാണ്. ആ സിമ്പിൾ ഹാർമോണിക് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന്റെ സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഇക്വേഷനാണ്, സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഇക്വേഷനാണ് y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. അത് തന്നെയാണ് വേവിന്റെ ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ വേവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേവ് പ്രൊപ്പഗേഷന് കാരണക്കാരനായ പാർട്ടിക്കിൾസിൽ ഏതെങ്കിലും ഒന്നിന്റെ ഏതെങ്കിലും ഇൻസ്റ്റന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ ആണ് വേവ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ചില സമയത്ത് ചില വേവുകൾ ഒമേഗ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ 0 ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഒരു വേവ് ഒമേഗ ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ 0 അല്ല, ഇങ്ങനെയാണ് ഒരു വേവ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഒമേഗ ടി ആണ് എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത്, അതേപോലെ വൈ ആക്സിൽ വൈ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. ഇവിടെ കണ്ടോ, ഇത് ടൈമിന്റെ വാല്യൂ 0 ആവുന്ന ഇൻസ്റ്റന്റിൽ, ഒമേഗ ടിയുടെ വാല്യൂ 0 ആകുന്ന ഇൻസ്റ്റന്റിൽ ഇവിടെ വൈ വാല്യൂ ഉണ്ട്. ഈ ഇക്വേഷൻ പ്രകാരം ഒമേഗ ടിയുടെ വാല്യൂ 0 ആണെങ്കിൽ വൈ 0 കിട്ടുന്നത്, പക്ഷെ ഇവിടെ വൈ 0 അല്ല, ഒരു സർട്ടൺ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെങ്ങനെ ഈ ഇക്വേഷൻ ഉൾപ്പെടുത്തുക? അതിന് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ ഒമേഗ ടിയുടെ കൂടെ ഒരു ആംഗിൾ കൂടി ഇടും, ഒമേഗ ടി +5. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒമേഗ ടിയുടെ വാല്യൂ 0 ആയാലും ബാക്കി എ സൈൻ 5 ബാക്കി വരും. എ സൈൻ 5 എന്ന് വെച്ചാൽ അത് 0 അല്ല. ആ എ സൈൻ 5 എന്ന് പറയുന്ന ആള്, ഉദാഹരണത്തിന് ഇത് സ്മോൾ എ ആണെന്ന് വിചാരിക്കുക, ഈ ഡിസ്പ്ലേ ഇത്രയും ദൂരം സ്മോൾ ആണെന്ന് വിചാരിക്കുക, ഈ എ സൈൻ 5 ആണ് സ്മോൾ എ എന്ന് പറയുന്ന വാല്യൂ. അതായത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് സ്മോൾ എ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ആംഗിൾ നമ്മൾ ഈ ഇക്വേഷനിൽ ഒമേഗ ടിക്ക് ശേഷം ഇടും. ഇതിനെയാണ് ഇനീഷ്യൽ ഫേസ് എന്ന് വിളിക്കുന്നത്. ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എന്നാണ് അർത്ഥം. അപ്പോൾ തുടക്കത്തിലുള്ള ആംഗിൾ, അതായത് ഒമേഗ ടിയുടെ വാല്യൂ 0 ആകുമ്പോഴും ഈ ഡിസ്പ്ലേസ്മെന്റ് 0 ആകാതിരിക്കണമെങ്കിൽ തുടക്കത്തിൽ നമ്മളൊരു ആംഗിൾ കൊടുക്കണം. ആ ആംഗിളിനെയാണ് ഇനീഷ്യൽ ഫേസ് എന്ന് വിളിക്കുന്നത്.
ആയിട്ട് എഴുതുന്നത് ഹാർമോണിക് വേവ് എന്നാണ് നമ്മൾ ഇത്തരം വേവുകളെ വിളിക്കുന്നത്. ഹാർമോണിക് വേവുകളുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ തന്നെയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരം വേവുകളുടെ പ്രൊപ്പഗേഷൻ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വഴിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ മീഡിയം ഇത്തരം വേവുകളുടെ പ്രൊപ്പഗേഷൻ അത്യാവശ്യമാണ് എന്ന് പറയുന്നതും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് ഈ ഡിസ്കഷനിൽ മനസ്സിലായിട്ടുണ്ട്. ഒരു പാർട്ടിക്കിളിൽ എത്തുന്ന ഓസിലേഷൻ അടുത്ത പാർട്ടിക്കിളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഇലാസ്റ്റിക് മീഡിയങ്ങൾക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇലാസ്റ്റിക് മീഡിയങ്ങളുടെ ഒരു ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ മീഡിയങ്ങളുടെ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റിയെ ഉപയോഗപ്പെടുത്തി സഞ്ചരിക്കുന്ന ഇത്തരം വേവുകളെ നമ്മൾ മെക്കാനിക്കൽ വേവുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ.